വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ. ഇന്നും ഞാനൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു ഫ്രൈഡ് ചിക്കൻ സാൻഡ്വിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രെഡും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. ഇതിൻ്റെ ഫില്ലിങ് കുറച്ചൊരു ഡിഫറെൻ്റ് ആണ്, പക്ഷെ നല്ല ടേസ്റ്റിയുമാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെയുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കണേ. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 250 ഗ്രാമിൻ്റെ അടുത്ത് വെയിറ്റ് വരും. അത് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിച്ചെടുത്തതാണ്. ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് പിച്ചിയെടുക്കണം. നിങ്ങൾ മിക്സിയിലിടണ്ട, കൈ വെച്ച് ഇതുപോലെ പിച്ചിയെടുത്താൽ മതി. നമുക്കിതൊരു നാര് പോലെയാണ് വേണ്ടത്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ അടുപ്പത്ത് വെച്ച് പാത്രം ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉള്ളിയായിരുന്നു, അതുകൊണ്ടാണ് 1 എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 എടുക്കാം. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട, ഏകദേശം ഈ ഒരു പാകത്തിൽ വഴന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്ന് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിത് ചതയ്ക്കുന്ന കല്ലിലിട്ടിട്ട് ചതച്ചതാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുറിച്ചും ചേർക്കാം. അതുപോലെ നമുക്കൊരു 1/2 കപ്പ് പാല് വേണം. ഈ 1/2 കപ്പ് പാലിലേക്ക് ഞാൻ 1 ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഒരു ഗ്രേവി ആവാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മസാല ഡ്രൈ ആയി പോകില്ല. നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മസാലപ്പൊടികളൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ളത് കുറച്ച് മല്ലിപ്പൊടിയാണ്. ഞാനിതൊന്ന് ജസ്റ്റ് ഇളക്കുന്നുണ്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പിച്ചി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കണം. ചിക്കനൊക്കെ നമ്മൾ നേരത്തെ കുക്ക് ചെയ്തതാണ്, പക്ഷേ ഈ ഒരു മസാല നന്നായിട്ട് ചിക്കനിൽ പിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ച് ഇതൊരു അടിയിൽ പിടിക്കുന്ന പോലെ തോന്നും. അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് 1 ടേബിൾ സ്പൂണ് ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് മല്ലിയിലയും കരിവേപ്പിലയാണ്. ഞാൻ കുറച്ച് മല്ലിയിലയും കരിവേപ്പിലയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് അടുപ്പത്തു നിന്ന് വാങ്ങി വയ്ക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോ ഉപ്പോ ചേർക്കാവുന്നതാണ്, ആവശ്യമുണ്ടെങ്കിൽ. ഞാനിവിടെ ഒരു 10 പീസ് വൈറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണെങ്കിൽ നിങ്ങളിതുപോലെ നെക്കി കഴിഞ്ഞാൽ ഇതുപോലെ പറ്റി കിടക്കും. അപ്പോൾ ഇങ്ങനത്തെ ഒരു 10 പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു മൂടിയോ ഉപയോഗിച്ചിട്ട് ഈ ബ്രെഡിനെ ഒന്ന് നന്നായിട്ട് മുറിച്ചെടുക്കണം. വട്ടത്തിലാണ് മുറിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ ബ്രെഡിനെ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം. നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമുണ്ട്. എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് 2 മുട്ട വേണം. ഞാൻ 2 വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ചെറുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 മുട്ട എടുക്കാം. പിന്നെ ഞാൻ മുന്നേ ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ആ ഒരു കൊഴുപ്പ് കുറച്ചൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലേശം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ കുറച്ച് മാത്രം മതി. അതിനുശേഷം ഒന്നും കൂടെ നമുക്ക് ബീറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഓരോ ബ്രെഡ് സ്ലൈസ് ആയിട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല നമുക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം നമ്മൾ കുറച്ച് കനത്തിൽ വേണം വയ്ക്കാനായിട്ട്. നല്ല തിന്നായിട്ടില്ല, കുറച്ച് കനത്തിൽ തന്നെ വേണം വയ്ക്കാനായിട്ട്. നമ്മൾ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആ നടുവിലുള്ള സാധനം പുറത്ത് കാണില്ല, നടുവിലുള്ള സ്റ്റഫിങ് നമ്മൾ പുറത്ത് കാണും. ആ ഒരു പാകത്തിൽ തന്നെ വേണം നിങ്ങളിത് ചെയ്യാനായിട്ട്. എന്നിട്ട് വേറൊരു പീസ് ബ്രെഡ് കൊണ്ട് ഇതൊന്ന് മൂടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങൾ സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്നത്. ഇങ്ങനെ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡ് സ്ലൈസസും സ്റ്റഫ് ചെയ്തിട്ടെടുക്കാം. പിന്നെ എന്തെങ്കിലും സ്റ്റഫിങ് സൈഡിലേക്ക് കൂടെ പുറത്തേക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അകത്തേക്കാക്കിയിട്ട് ഒതുക്കി വെച്ചിട്ട് വേണം
മേലെയുള്ള ബ്രെഡ് സ്ലൈസ് വെക്കാനായിട്ട്. ഇനി നമുക്ക് ഓരോ സാൻഡ്വിച്ചായിട്ട് എടുത്തിട്ട് മുട്ടയിലൊന്ന് മുക്കണം. ആദ്യം നിങ്ങൾ ഈ തുറന്ന ഭാഗം വേണം മുക്കിയെടുക്കാനായിട്ട്. ഒന്ന് ജസ്റ്റ് റോൾ ചെയ്താൽ മതി. അതിനുശേഷം മുട്ടയുടെ മിക്സ് കയ്യിലെടുത്തിട്ട് ബ്രെഡിൻ്റെ മുകൾ ഭാഗത്തും പിന്നെ തിരിച്ചിട്ടിട്ട് മറ്റേ ഭാഗത്തും ഒന്ന് തേച്ചാൽ മാത്രം മതി. നിങ്ങളിതിൽ മുഴുവനായിട്ടെടുത്ത് മുട്ടയിൽ മുക്കിക്കഴിഞ്ഞാൽ ഈ മുട്ട മുഴുവനായിട്ട് ബ്രെഡിൽ സോക്കായി പോവും. അപ്പോൾ നിങ്ങൾക്ക് മുട്ട തികയുമില്ല, ബ്രെഡ് മുഴുവനായിട്ട് സോക്കായി പോവും. അതിനുശേഷം ഇതേപോലെ നമുക്ക് ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്യാം. നടുവിലെ ഭാഗം തുറന്നു വെക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ഒരു കോട്ടിങ്ങിൽ തന്നെ അത് കവറാവില്ല. അപ്പോൾ ഒന്നും കൂടെ മുട്ടയിൽ റോൾ ചെയ്തിട്ട് ഇതുപോലെ ബ്രെഡ് ക്രംസിൽ മുക്കിയെടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നടുഭാഗമൊക്കെ നല്ലോണം കവറായിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ തുറന്ന ഭാഗം റോൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം കൈ കൊണ്ട് മാത്രം തേച്ച് കൊടുത്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ മുട്ട മുഴുവനായിട്ട് ബ്രെഡിൽ സോക്കായി പോവും. അതിനുശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ ഒന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് രണ്ട് വശത്തും ബ്രെഡ് ക്രംസ് ആയിട്ട് ഇനി എവിടെയെങ്കിലും ഭാഗത്ത് കവർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ മാത്രം ഒന്നും കൂടെ മുട്ടയിൽ മുക്കി ബ്രെഡിൽ മുക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് വിരൽ വെച്ചിട്ട് ഇതിൻ്റെ വശങ്ങളൊക്കെ ഒന്നും കൂടെ സീൽ ചെയ്ത് കൊടുക്കാം. ഇത് തുറന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒരു മാക്രോൺ പോലെയൊക്കെയാണ് ഇതിൻ്റെ ഒരു ഷേപ്പ് ഉള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം. ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ ഓയിൽ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. എന്നിട്ട് ഞാൻ ഓരോ സാൻഡ്വിച്ചായിട്ട് ഇതിലിടുന്നുണ്ട്. ഞാൻ ഒന്ന് മാത്രമേ ഒരു സമയത്ത് ഫ്രൈ ചെയ്യുന്നുള്ളൂ, കാരണം ഞാൻ അത്ര ഓയിൽ ഇതിലെടുത്തിട്ടുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രെഡിനെ കൊണ്ടുള്ള സ്നാക്കായത് കാരണം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. നമുക്ക് ഒരുപാട് സമയമൊന്നും ഇതിനാവശ്യമില്ല. നിങ്ങൾക്കൊരു 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കോരിയെടുക്കാവുന്നതാണ്. ഇത് നല്ല ടേസ്റ്റുള്ള സ്നാക്കാണ്. അതുപോലെ തന്നെ ഇത് എണ്ണയൊന്നും കുടിക്കില്ല. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് തുറന്നു കിടക്കുന്നതുകൊണ്ട് ഇത് എണ്ണ കുടിക്കും അല്ലെങ്കിൽ പൊട്ടിപ്പോകുന്നൊക്കെ. ഈ മെത്തേഡ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ എണ്ണയും പിടിക്കില്ല, അത് പൊട്ടിപ്പോവുകയില്ല. നല്ല ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കെച്ചപ്പിൻ്റെ കൂടെയും മയോണൈസിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.